ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം ആളൂട്ടി. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജാനം വിഷയത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു ഫൂട്ടിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഫൂട്ട്. ഇത് ഹെം ചെയ്യുന്ന ഒരു ഫൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്രദമാക്കാം എന്നുള്ള വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിഷയത്തിനെക്കുറിച്ച് ചെറിയൊരു ബിഗിനേഴ്സിനുള്ള ഒരു ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെനിക്ക് നല്ല റീച്ചൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ഓർത്തു ഫൂട്ടുകളെക്കുറിച്ചും പറയാം ബിഗിനേഴ്സിന്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് തയ്യൽ അറിയാവുന്നവർക്ക് മെഷീനെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ ഫൂട്ടുകളെക്കുറിച്ചും അറിയായിരിക്കും. പക്ഷേ ഇപ്പം മെഷീൻ മേടിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത് ഉപകാരപ്പെട്ടേക്കാം കേട്ടോ. ഞാനും യൂട്യൂബൊക്കെ നോക്കിയാണ് ഇങ്ങനെ തയ്ക്കാൻ പഠിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത്. അതുകൊണ്ട് ക്ലിയറായിട്ടോ അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയലായിട്ടോ പറയുന്നതല്ല കേട്ടോ. സാധാരണ മെഷീൻ മേടിച്ച് നൂലിടാനും അങ്ങനെയൊക്കെ പഠിച്ച വരുന്നവർക്ക്, തയ്യൽക്കാർക്കല്ല, മെഷീൻ മേടിച്ച് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മുതൽ ഇതിൽ എനിക്ക് ജാനത്തിൻ്റെ മെഷീനകത്ത് 4 ഫൂട്ടുകൾ കിട്ടിയിരുന്നു കേട്ടോ. അതിൽ ഒരു ഫൂട്ടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കൂടുതലായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും തരാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഫൂട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നും പിന്നെ അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഫൂട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അറിയാവുന്നവർ കണ്ടാൽ ഒരു പ്രയോജനമില്ല കേട്ടോ. നമുക്ക് മെഷീൻ മേടിച്ച് എങ്ങനെയൊക്കെയാണ് എന്ന് പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഈ ഫൂട്ട് മാറ്റാനായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ സംഭവമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിൽ പിടിച്ച് ഒന്ന് പൊക്കി കൊടുത്താൽ നമുക്ക് ഈ ഫൂട്ട് ഇങ്ങനെ തന്നെ എരിഞ്ഞു വരും. അതിനകത്ത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫൂട്ട് ഞാൻ ഊരിയെടുത്തു. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ഈ ഫൂട്ട് ഉപയോഗിച്ച് എങ്ങനെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കിത് കണ്ടോ, ഇതിനകത്ത് ഒരു ഹോള് ഈ സംഭവത്തിലാണ് ഇത് വരണ്ടേ. അപ്പോൾ അതിൻ്റെ നേരെ താഴത്തോട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അപ്പോൾ ഫൂട്ട് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ സെക്ടറും ലെങ്ത്തും ചേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എയിലായിരുന്നു സെക്ടർ ഇട്ടായിരുന്നേ. അപ്പോൾ ഈ ഫൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എഫിലേക്ക് അത് മാറ്റി. ലെങ്ത്ത് 4-ലായിരുന്നു ഞാൻ നോർമലി തയ്ക്കുന്നത്, അത് 2-ലേക്ക് ആക്കിയിട്ട്. അപ്പോൾ ഫൂട്ട് മാറ്റാനായിട്ട് നമ്മൾ സെക്ടർ മാറ്റണം. സെക്ടർ മാറ്റാതെ നമ്മൾ അത് ഫിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റ് ആകത്തില്ല കേട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ സെക്ടർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം ഫൂട്ട് മാറ്റാൻ. അതുപോലെ തന്നെ ഓരോ ഇത് ഫൂട്ട് മാറ്റുമ്പോഴും ഓരോന്നിൻ്റെ സെക്ടർ ഉണ്ട് കേട്ടോ. അത് തിരഞ്ഞെടുത്ത് നമ്മൾ വെക്കാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആകത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹെം ചെയ്യുന്ന ഫൂട്ടിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് എഫ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് അങ്ങനെ കറക്റ്റായിട്ട് അവിടെ വീഴാൻ പാകത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട, ആ കറക്റ്റായിട്ട് ഈ ഹോളും ഇതും തമ്മിൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ വെച്ചേക്കണം. അതിന് ശേഷം മെഷീൻ്റെ താഴെ പുറകുവശത്തായിട്ട് ഇങ്ങനെ ഒരു സംഭവം, ഇതാണ് നമ്മൾ ഈ ഫൂട്ട് താത്തി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. അതേ പിടിച്ച് ജസ്റ്റ് ഒന്ന് താത്തിയാൽ മതി. കണ്ടോ, താത്തുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വീണിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ സംഭവം മുകളിലോട്ട് പൊക്കുമ്പോൾ ഇത് ഫിറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നൂലൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ച്, നൂലിടുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം കേട്ടോ. ബ്ലൂ കളറ് ഒരു തുണിയ പീസാണ് എടുത്തേക്കണേ. അതുപോലെ വൈറ്റ് കളർ നൂലുമാണ് കേട്ടോ എടുത്തേക്കണേ. കാരണം ക്ലിയറായിട്ട് വ്യക്തമാവാൻ വേണ്ടി. അപ്പം നല്ല വശം ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഈ അരയിഞ്ച് ഇങ്ങനെ മടക്കി, ഈ അരയിഞ്ചിങ്ങനെ മടക്കി ഇവിടെ നിന്ന് കയറ്റി ഇങ്ങനെ ഒരു ഇതിൽ പൊസിഷനിൽ നമ്മൾ വെച്ചിട്ട് വിഷയത്തിലേക്ക് കയറ്റിയിരിക്കണേ. എന്നിട്ട് ആദ്യത്തെ തുണിയോട് കൂടുതൽ കയറ്റി ഇതിലേക്ക് ഇത് കയറാൻ പാകത്തിന്, ഒരടുപ്പ് കയറാൻ പാകത്തിന് നമ്മളിങ്ങനെ മടക്കി വെക്കണം ആ വിഷയത്തിലേക്ക്. എന്നാലാണ് കറക്റ്റായിട്ട് ആ വൃത്തിയിൽ കിട്ടുള്ളൂ. നമുക്കിനി അടുത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ചാണ് കിട്ടണത്. അതിൻ്റെ മറുവശത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ചാണ് കിട്ടണത്. ഇതിപ്പോൾ നമ്മുടെ നല്ല വശം. ആ നല്ല വശം നമ്മൾ തിരിച്ച് കഴിയുമ്പോൾ കണ്ടോ, ഇതാണ് ശരിക്കും നമ്മുടെ സ്റ്റിച്ചിങ്, ബ്ലൈൻഡ് ഹെം സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കാണാൻ കൂടെ പറ്റുന്നില്ല, വൈറ്റ് കളറായിട്ടും കൂടെ നോക്കി ഒട്ടും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിനി ഇത് നല്ലോണം ഒന്ന് അയൺ ചെയ്തിട്ടാൽ ഇതേ കണ്ടോ, നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ അപ്പോൾ നമ്മുടെ ഈ ഫൂട്ടിൻ്റെ ഉപയോഗം ഇതാണ് കേട്ടോ. നമുക്ക്
ഫ്രോക്കിൻ്റെയോ ബ്ലൗസിൻ്റെയോ അടിവശം, പിന്നെ കയ്യ്. ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് ഇച്ചിരി കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതേ കളറാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അടുപ്പിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ അതേ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നേയില്ല കേട്ടോ. അപ്പോൾ ഫ്രോക്കിൻ്റെയോ എന്തിൻ്റെ ആണെങ്കിലും അടിവശം നമുക്ക് ഇച്ചിരി വീതി കൂട്ടി അടിക്കാനും എല്ലാത്തിനും നല്ലതായിട്ട് നമ്മൾക്കത് ആ തയ്യൽ അറിയത്തേയില്ല. ഇതിപ്പോൾ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്നോട് എൻ്റെ ജാനത്തിൻ്റെ മെഷീൻ്റെ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള റെസ്പോണ്ട് കാരണമാണ് ഞാനിത് പഠിച്ചപ്പോൾ തന്നെ ഇട്ടേട്ട വീഡിയോ. അപ്പോൾ ഇതിൽ വലിയ ഇത് ചെയ്ത് ശീലമുള്ള ആളല്ല ഞാൻ. പക്ഷേ ഈ ഫൂട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും ഇതിടുന്ന രീതിയൊക്കെ അറിയില്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഫൂട്ട് ഈ ഫൂട്ടാണ് ഉപയോഗിക്കുന്നത് ബ്ലൈൻഡ് ഹെം ചെയ്യുന്നതിന്. അപ്പോൾ അറിയാവുന്നവർക്കാണെങ്കിൽ ഈസി വേ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അറിയില്ലാത്തതുകൊണ്ടായിരിക്കും, ഞാൻ തയ്യലിൻ്റെ ഒന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. ഇത് എല്ലാം കറക്റ്റായിട്ടാണോ ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ പഠിച്ച് യൂട്യൂബിൽ നോക്കി പഠിച്ച് എനിക്കുള്ള അറിവാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് വഴി എന്നെ അറിയിച്ചാൽ എനിക്കും അത് പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാവരെയും അറിയിക്കണേ, തെറ്റുകളുണ്ടെങ്കിലും അറിയിക്കണേ. അപ്പോൾ ഇത് മെഷീൻ മേടിച്ച് അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്തവർക്ക് ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Bye bye.